അവരുടെ സഹപ്രവർത്തകരെ റേഡിയൊക്കെ ചെയ്യുന്ന തിരക്കിലാണല്ലോ കേന്ദ്ര ഏജൻസികൾ. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM-ഉം സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? ആ ഇൻഫർമേഷൻ കിട്ടിയത് കേന്ദ്ര ഏജൻസികളുടെ പക്കൽ നിന്നാകണം അല്ലേ? പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ആധികാരികമായി പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞതാണ്. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരു ഓഫീസിനെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള BJP-യുടെ ലൈൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു കേരളത്തിൽ അല്ലേ? അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വരും, CPM പോയാൽ BJP വരില്ല എന്ന ധാരണ കൊണ്ട് ഈ രണ്ടു കൂട്ടരും സന്ധി ചെയ്താണ്, പരസ്പരം സഹായിച്ചാണ്. ഞങ്ങളുടെ ആരോപണങ്ങളുടെ അടിവരയിടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു, കുഴൽപ്പണ കേസിൽ BJP-യുടെ സംസ്ഥാന നേതൃത്വത്തെ CPM ഗവൺമെൻറ് കേരളത്തിൽ സംരക്ഷിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി ഓഫീസിനെ കേന്ദ്ര ഏജൻസികൾ സംരക്ഷിച്ചു. ഇത് പരസ്പരമുള്ള ഒരു ധാരണയാണ്. ഇപ്പോൾ SNC ലാവ്ലിൻ കേസ് 38ാമത്തെ തവണയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ CBI-യുടെ വക്കീലും കേന്ദ്രത്തിൻ്റെ വക്കീലും ഇല്ല. അപ്പം ഇത് CPM സംഘപരിവാർ ശക്തികൾ തമ്മിലുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു. അവരുടെ പൊതു ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്നുള്ളതാണ്. അതൊന്നും കൂടി ഇന്നലത്തെ പ്രധാനമന്ത്രിയോടുകൂടി വ്യക്തമായി. പ്രധാനമന്ത്രി എന്തു പറഞ്ഞാലും കേരളത്തിൽ BJP-ക്ക് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തതിനേക്കാളും മോശം പെർഫോമൻസ് ആയിരിക്കും ഈ കാര്യത്തിൽ ചെയ്യുന്നത്. അവരുടെ നേതൃത്വത്തോടും വിശ്വാസമില്ല, അവരുടെ ആശയങ്ങളോടും കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ക്രൈസ്തവരുടെ വീടുകൾ കയറി ഇറങ്ങി കിടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്ന 6-7 വർഷങ്ങളാണ് കടന്നുപോയത്. അത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന വർഷമായിരുന്നു 2023. ഏകദേശം 700ഓളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി. 250-ലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചളഞ്ഞു മണിപ്പൂരിൽ. അവിടെ നോക്കുകുത്തിയായിരുന്നു ഈ പ്രധാനമന്ത്രി, അവിടെ ഈ ആഭ്യന്തരമന്ത്രി നോക്കുകുത്തിയായിരുന്നു. നിരവധി ക്രൈസ്തവ മതസ്ഥാപനങ്ങൾ തകർത്തു. വ്യാപകമായി പുരോഹിതന്മാരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ആളുകളാകത്താണ്. ക്രിസ്മസ് ആരാധനാക്രമങ്ങളും അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകളും പോലും തടസ്സപ്പെടുത്തുന്നു. ക്രിസ്മസ് ആഘോഷം പോലും പാടില്ല എന്ന് മധ്യപ്രദേശിലെ പുതിയ ഗവൺമെൻറ് പറയുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് ക്രൈസ്തവ വിരുദ്ധ നിലപാട് എടുക്കുന്ന സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ വന്ന് ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടി കേക്കുമായി അവരുടെ വീട്ടിൽ പോകുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെയാണ് കേരളത്തിലെ സംഘപരിവാറുകാർ പെരുമാറുന്നത്. അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും അവരുടെ വിശ്വാസികൾക്കും ഉറപ്പായും ഉണ്ടാവും. അവരെ ആട്ടി ഓടിക്കവരെ ഈ ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കുക. ഈ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന മറൈക്കുട്ടിയാണ് ഇപ്പോൾ BJP. അവരെല്ലായിടത്തും പോകുന്നവർ. അവർ 86 വയസ്സുകാരിയായ ഒരു വയോധികയാണ്, വന്ധ്യ വയോധികയാണ്. ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും, BJP വിളിച്ചാൽ BJP-യുടെ പരിപാടിക്കും പോകും. അവരുടെ പ്രശ്നം എന്താണ്? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. അവരിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ അംഗമായതുകൊണ്ടാണ്. ഞങ്ങളുടെ പാർട്ടിയിലൊന്നും അംഗമല്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമല്ലല്ലോ അവിടെ പോയത്. അവര് ഒരു കോസ് റേസ് ചെയ്തു. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ, മരുന്ന് മേടിക്കാൻ പണമില്ലാതെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ വിഷമിക്കുകയാണ്. അവരുടെ പ്രതീകമാണ് അവരൊരു വേറൊരു പൊളിറ്റിക്കൽ സ്റ്റേജിൽ അവരെ വിളിച്ചുകൊണ്ട് 86 വയസ്സുണ്ടാവും. ഞങ്ങളുടെ പാർട്ടി അംഗമൊന്നുമല്ലല്ലോ. മണിപ്പൂരും അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുടെ സമരം നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന സ്ത്രീ ശാക്തീകരണം പറയുന്നത്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവിടെ സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് BJP. സ്ത്രീവിരുദ്ധ നിലപാടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? കണ്ണീരോടുകൂടിയാണ് ഗുസ്തി താരങ്ങൾ അവരുടെ മെഡലുകൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ചുപോയത്. കാരണം ഒരു നടപടിയില്ല. BJP MPയെ സംരക്ഷിക്കാൻ വേണ്ടി, രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ വിരുദ്ധ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും BJP എടുത്തത്. അതുപോലെ മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് അവർ കൊടുത്തത്? നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ വന്നിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ വന്നു പറഞ്ഞതും BJP-യുടെ ആശയങ്ങൾ രണ്ടാണ്. സ്ത്രീകൾക്ക് ഒരു തുല്യ പ്രാധാന്യം കിട്ടുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരല്ല BJP. അവർക്ക് ഒരു വരേണ്യ വിഭാഗങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തി പോകുന്ന ആളുകളാണ് അവര്. അതുകൊണ്ടല്ലേ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, ശൂദ്രന്മാരുടെ ജോലി എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാസ്യവേല ചെയ്യുന്നതാണെന്നൊരു മുഖ്യമന്ത്രി തന്നെ പറയുന്ന സ്ഥിതിയിലേക്ക് BJP തരം താണില്ലേ? ആ BJP-യുടെ ആശയങ്ങളൊന്നും പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് പോകുന്ന കേരളം ഒരു തരത്തിലും സ്വീകരിക്കില്ല.
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കോൺഗ്രസും CPM-ഉം BJP ഈ പരസ്പര സഹായ സഹകരണമായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നു? ഉറപ്പാണല്ലോ. എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്നത് അവസാനത്തെ ഈ ധാരണയിലാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം എത്ര സ്പീഡിലാണ് പോയത്. ED എവിടെ ഇപ്പോ എവിടെ എത്തി നിൽക്കുന്നത്? ഈ അന്വേഷണങ്ങളെല്ലാം അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയതൊക്കെ കണ്ടതാണല്ലോ. നിങ്ങളല്ലേ കണ്ടത്, നിങ്ങളല്ലേ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത ആളുകൾ, മാധ്യമപ്രവർത്തകർ. ഇപ്പൊ എവിടെ നിൽക്കുന്നു? കരുവന്നൂർ ബാങ്കിന്റെ അന്വേഷണം ഇപ്പൊ എഴഞ്ഞു നീങ്ങിയാണ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ CPM സംഘപരിവാരം നടത്തുന്നു. ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതുണ്ടാവും. അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും ദേശീയ തലത്തിൽ. ഈ സംസ്ഥാനത്ത് BJP-യെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ CPM-ന്റെ നിലപാട് ദേശീയ തലത്തിൽ അവരാകെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും അവർക്ക് യാതൊരു പ്രസക്തിയില്ല. ത്രിപുരയിലില്ല, അവര് ബംഗാളിലില്ല, ആന്ധ്രയിലില്ല, തെലങ്കാനയിലില്ല, ഒരു സ്ഥലത്തും ഇല്ല. അപ്പൊ കേരളത്തിൽ മാത്രമാണ് അവരുള്ളത്. അവിടെ അവരും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ആ ദേശീയ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും CPM അയക്കരുതെന്ന് വാശി പിടിച്ചത് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ. അതായത് BJPയെ പ്രീതിപ്പെടുത്താൻ, BJPയെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കേരളത്തിലെ CPM നേതൃത്വം നിൽക്കുന്നത്. അവരുടെ ചെലവിലാണ് ദേശീയ നേതൃത്വം. അവർക്ക് ഒറ്റയ്ക്ക് അഭിപ്രായമില്ലല്ലോ. ആകെ ഭരണമുള്ള സംസ്ഥാനം കേരളമാണ്. അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്. പിന്നെ അവരോട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട കാര്യം. ഒരു കാരണവശാലും BJPക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും BJP സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യം അവിടെ കിട്ടില്ല. ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചു. ഈ പോലീസ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഫോട്ടോ വ്യാജമായി പ്രചരിപ്പിച്ചു എന്നൊരു പരാതി ഞങ്ങൾ പോലീസ് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. സമൂഹമാധ്യമത്തിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഫോട്ടോ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നില്ല. എനിക്കതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഒരു ആശയക്കുഴപ്പമില്ല. അത് 22-ാം തീയതി നടക്കുന്ന ഒരു പരിപാടി. പാർട്ടിക്ക് ക്ഷണമില്ല, വ്യക്തികൾക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത്. ആ വ്യക്തികൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനം എടുക്കും. അതിനിടയിൽ കേരളത്തിലെ ഒരു പത്രം എഡിറ്റോറിയൽ എഴുതിയാണ്, അപക്വമായ എഡിറ്റോറിയലാണ്. ആ സമയത്ത് അങ്ങനെ ഒരു എഡിറ്റോറിയലിന്റെ ആവശ്യമില്ല. അപ്പൊ സമസ്ത തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. തീരുമാനം പാർട്ടിയുടെ തീരുമാനമല്ലേ, പാർട്ടി ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോകും എന്നും പോകില്ല എന്നെല്ലാം വരട്ടെ. അത് പാർട്ടി തീരുമാനം എടുത്തിട്ടില്ലല്ലോ. ഈ ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകളുടെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മൾ കേരള ഘടകത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേക നിലപാടില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ നിലപാട്. കേരളത്തിന് അങ്ങനെ പ്രത്യേക നിലപാട് അഭിപ്രായം പറയാം. അഭിപ്രായം പറയാന്നേ, നമുക്ക് അഭിപ്രായം പറയാം. നമുക്കൊക്കെ എല്ലാ അഭിപ്രായങ്ങളും ഞാൻ ചോദിക്കട്ടെ, പാർട്ടി തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അത് ഓരോ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. പാർട്ടി തീരുമാനം എടുക്കട്ടെ. പാർട്ടിയെ തീരുമാനം എടുക്കുന്ന സമയത്ത് ഞങ്ങളോട് എല്ലാ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ അഭിപ്രായം പറയും. കേരളത്തിനൊക്കെ അത് എല്ലാവർക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായ കാര്യങ്ങളുണ്ട്. ഞങ്ങളത് ഒരു പാർട്ടിയല്ലേ എടുക്കുന്നത്. പാർട്ടിയല്ലേ, ഇതൊരു ദേശീയ പാർട്ടിയല്ലേ. വേറെ അവിടെ ഇവിടെ തീരുമാനം എടുക്കാൻ പറ്റും. ദേശീയ നേതാക്കൾ പോകുന്നു പറഞ്ഞാൽ അത് വരട്ടെ. ഇതിനു മുമ്പ് നമ്മൾ ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. തൃശ്ശൂരിൽ CPI ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ്. പിന്നെ CPI ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ചെയ്യും. CPM ഇങ്ങനെ പിന്നിൽ നിന്ന് അതുണ്ടാവുമല്ലോ. അതും കൂടിയാകുമ്പോൾ കുറെ കൂടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും.